നമസ്കാരം. എൻ്റെ പേര് ജയശങ്കർ. ഞാൻ ഒറ്റപ്പാലത്ത് വള്ളുവനാട് മാട്രിമോണിയൽ എന്നൊരു സ്ഥാപനം നടത്തുന്ന ആളാണ്. അതിൻ്റെ ബ്രാഞ്ചുകളായിട്ടുള്ള ഒറ്റപ്പാലം, പാലക്കാട്, മലപ്പുറം, ഇങ്ങനെ 3 ദിക്കിലായിട്ടാണ് നമ്മളുടെ ബ്രാഞ്ചുകൾ ഇപ്പോൾ ഫങ്ഷൻ ചെയ്യുന്നത്. ഈ ഹിന്ദു സമൂഹം നേരിടുന്ന വിവാഹ തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറ്. ഇവിടെ രജിസ്റ്റർ ചെയ്ത് ഒരു സാധാരണ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്ത് പോകുന്ന പോലെ അങ്ങ് രജിസ്റ്റർ ചെയ്ത് വിടലല്ല, മറിച്ച് ഞാൻ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഇന്ന ഡയറക്ഷനിലേക്ക് പോകണം, ഇന്ന പോലെ നോക്കണം എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൽ ആദ്യത്തേതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതകത്തിൻ്റെയാണ്. നമ്മളുടെ ഹിന്ദു സമൂഹം ഇപ്പോൾ നല്ലൊരു ശതമാനം അല്ലെങ്കിൽ 99% രക്ഷിതാക്കളും ഇപ്പോൾ ജ്യോതിഷ പണ്ഡിതന്മാരായിട്ട് കാണുന്നൊരു കാഴ്ചയാണ് എനിക്ക് മനസ്സിലായത്. പണിക്കരുടെ അടുത്ത് പോകാതെ അല്ലെങ്കിൽ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകാതെ നമ്മൾ തന്നെ എല്ലാം പറയും. അരദോഷമുണ്ട്, ഒരു ദോഷമുണ്ട്, ശുദ്ധജാതകമാണ്, 7-ൽ ചൊവ്വ, 8-ൽ ബുധൻ, ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കുറേ പറയുന്നതല്ല. എന്നാൽ തിരിച്ചങ്ങോട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും ഇവർക്ക് ആൻസറും ഇല്ല. അപ്പം പറയും അത് പണിക്കർ പറഞ്ഞതാണ് അല്ലെങ്കിൽ ജ്യോത്സ്യൻ പറഞ്ഞിട്ട് ചെയ്യുകയാണ്. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡോക്ടറെ കാണാതെ മരുന്ന് വാങ്ങിച്ച് കഴിച്ച് അസുഖം മൂർധന്യത്തിലെത്തുമ്പോൾ ഡോക്ടറെ പോയി കാണുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% മീതെ കല്യാണം നടക്കുന്നില്ല അല്ലെങ്കിൽ വിവാഹം സമയത്തിന് നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ രക്ഷിതാക്കൾ തന്നെയാണ്. രക്ഷിതാക്കൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കണം എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീട്ടിൽ ആരെങ്കിലും വിവാഹം നോക്കുന്നുണ്ട്, മക്കളുടെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജ്യോതിഷത്തിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാതിരിക്കുക. അത് ജ്യോതിഷനെ കൊണ്ട് തന്നെ നോക്കിക്കുക, ജ്യോത്സ്യം പഠിച്ച ആളുകളെ കൊണ്ട് നോക്കിപ്പിക്കുക. അല്ലാതെ അതിനെ നമ്മളായിട്ട് നോക്കി ഇത്ര ദോഷം കേട്ടോ, നാളെ ചേരില്ല കേട്ടോ, മധ്യമരഞ്ജുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പേടിപ്പിച്ച് ഈ കല്യാണം എങ്ങനെ നടത്താതിരിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കൂടുതലും ഇവിടെ നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കല്യാണം അല്ലെങ്കിൽ വിവാഹം കൃത്യസമയത്ത് തന്നെ നടക്കണം. അതിന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഞാനായിട്ട് എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള വർത്തമാനങ്ങൾ പറയുന്നു എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതെല്ലാം ഒന്ന് ഒഴിവാക്കുക. എന്താണ് ഈ നെഗറ്റീവ് വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാത്തൊരു സബ്ജക്റ്റിനെ കുറിച്ച് ആവശ്യം കൂടുതൽ വർത്തമാനം പറയുന്നതാണ് നെഗറ്റീവായിട്ടുള്ള സബ്ജക്റ്റ്. നിങ്ങൾക്ക് ജ്യോതിഷം അറിയില്ല, ജ്യോതിഷത്തിനെ പറ്റിയൊന്നും പറയാതിരിക്കുക, അറിയില്ല എന്ന് പറയുക. എല്ലാവരും ചോദിക്കും തലക്കുറി ഉണ്ടോ, തലക്കുറി ഉണ്ടെങ്കിൽ കൊടുക്കൂ, തലക്കുറി കൊടുത്തോളൂ, തലക്കുറി കൊടുക്കുക. അവർ നോക്കട്ടെ, അവർ നോക്കിയിട്ട് അവർ ഹോറോസ്കോപ്പ് കൊടുക്കൂ, അവർ നോക്കിയിട്ട് അവർ ഉത്തരം പറയട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കൂ. അല്ലാതെ നിങ്ങളായിട്ട് ഒരു മുൻവിധി നടത്തരുത് എന്നുള്ള എൻ്റെ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള വരികൾ. കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. നല്ലൊരു ശതമാനം നമ്മൾ സംസാരിക്കുന്ന വാക്കുകളുടെ ഗ്രാവിറ്റി മനസ്സിലാക്കിയിട്ടാണ് കല്യാണം മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ളത് നടക്കുന്നത്. നിങ്ങൾ ശുദ്ധജാതകമാണ് എന്ന് പറഞ്ഞാൽ ദോഷജാതകക്കാർ നോക്കില്ല, നിങ്ങൾ ദോഷജാതകമാണെന്ന് പറഞ്ഞാൽ ശുദ്ധജാതകക്കാർ നോക്കില്ല. ഇതിൽ 99% അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും ഇത് അറിയൂല. ദോഷജാതകം ശുദ്ധജാതകമായിട്ട് മാച്ചാവും ചില സന്ദർഭങ്ങളിൽ ശുദ്ധജാതകം ദോഷജാതകവുമായിട്ട് മാച്ചാവും എന്നൊക്കെ ഉള്ളത് അതൊക്കെ നോക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ ജ്യോതിഷം നന്നായിട്ട് അറിയുന്നവർ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അല്ലാതെ നമ്മളായിട്ടൊരു മുൻവിധി നടത്തരുത് എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ഞാനിത് ഈ സംഭവം തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2-2.5 വർഷത്തിൽ കൂടുതലായി ഇതിൽ ഞാൻ കാര്യമായിട്ട് ഇൻവോൾവ് ആയിട്ട്.
ഓരോ കേസ് വരുമ്പോഴും ഞാൻ ഇതിനെയൊക്കെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ ഇരുന്ന് പഠിച്ച് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ നല്ലൊരു ശതമാനം പേരൻസിനൊക്കെ മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു പരിധി വരെയൊക്കെ അത് സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളൊരു ചിന്താഗതി തന്നെയാണ് എനിക്ക്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറഞ്ഞു കഴിഞ്ഞാലും പലർക്കും പല കാര്യങ്ങളും അതങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ ഈ ജാതകം അവർ പലപ്പോഴും സംശയിച്ചു പോകുന്നത് ഞാൻ ജാതകത്തിന് എഗനിസ്റ്റാണോ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കാണ് പോകുന്നത്. സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടത് ഞാൻ ജാതകത്തിന് എഗനിസ്റ്റ് അല്ല, മറിച്ച് നിങ്ങൾ ആ ജാതകത്തിനെ തെറ്റായ രീതിയിൽ കൂടെ ഉപയോഗിക്കുന്നതിനെയാണ് ഞാൻ വിമർശിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും അത് മനസ്സിലാക്കുക എന്തുകൊണ്ട് ഞാനതങ്ങനെ പറയുന്നു എന്നുള്ളത്. ഞാൻ നാളെ മുതൽക്ക് ആഴ്ചയിൽ 2-3 വട്ടം ഓരോരോ പ്രൊഫൈലുകൾ ദിവസേന ഞാൻ യൂട്യൂബിലൂടെ ഇടുന്നതാണ്. ആൺകുട്ടികളുടെ പ്രൊഫൈല്, പെൺകുട്ടികളുടെ പ്രൊഫൈല്. എൻ്റെ കസ്റ്റമർ ബേസ് തന്നെ വേണ്ടത്ര ആളുകളുണ്ട്. ഇവരെല്ലാവരും ഇത് കാണും, നോക്കും. തിരക്കുള്ളവർ വാട്സപ്പ് നോക്കില്ല, അവർ മൊബൈൽ ആപ്ലിക്കേഷൻ ആയിരിക്കും നോക്കുക. അതും തിരക്കാണെങ്കിൽ ചിലപ്പോൾ അവർ യൂട്യൂബ് നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കും. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്കൊരു തോന്നൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരാണോ വിവാഹം നോക്കുന്ന വെച്ചാൽ ആ കുട്ടിയുടെ രക്ഷിതാക്കളും കുട്ടിയും തീരുമാനിക്കണം വിവാഹം നമുക്ക് നോക്കണം എന്നുള്ളത് അവരാദ്യം തീരുമാനിക്കണം. അല്ലാണ്ട് അച്ഛൻ നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങി മക്കൾ തീരുമാനത്തിലാവുക അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് മക്കളുമായി നന്നായിട്ട് സംസാരിക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിച്ച് അവർക്ക് എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെൻറ്റ്. അവരിപ്പോൾ ചിലപ്പോൾ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ബാംഗ്ലൂരുള്ള കുട്ടി എന്നെ വേണമെന്നുണ്ടോ, അല്ലെങ്കിൽ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ തിരുവനന്തപുരത്തുള്ള കുട്ടി എന്നെ വേണമെന്നുണ്ടോ, അല്ലെങ്കിൽ പാലക്കാടാണ് ചില പാലക്കാടുള്ളതാണോ, അല്ലെങ്കിൽ ഏത് രാജ്യത്തും ആയിക്കോട്ടെ. ഏത് രാജ്യത്തുള്ള കുട്ടികളാണെങ്കിലും അവർ അത് പ്രകാരം പറയും. അവർ ഇന്ന സ്ഥലത്തൊക്കെ നോക്കി അത് കൃത്യമായിട്ടൊന്ന് അച്ഛനും അമ്മയും മനസ്സിലാക്കി വെക്കുക. ഇതിൽ മുന്നേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും അഫയർ വല്ലതും ഉണ്ടോ, ലവ് അഫയർ വല്ലതും ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. പല കുട്ടികളുടെയും അവസ്ഥ അവർക്ക് വീട്ടിൽ ഇത് പറയാനുള്ള ഭയങ്കര പേടിയും കാര്യങ്ങളുമാണ്. അച്ഛനമ്മമാർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പം അവരെ പേടിച്ച് വരുത്തി ചിലർ പറയുന്ന കേൾക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, അവർ കല്യാണം കഴിഞ്ഞാൽ ശരിയായിക്കോളും. കല്യാണം കഴിഞ്ഞാലൊന്നും ശരിയാവാൻ പോകുന്നില്ല. അവർക്ക് ആൾറെഡി ഒരു അഫയർ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ കഴിയുന്നതും ഭംഗിയായിട്ട് നടത്തി കൊടുക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ആരൊക്കെ താല്പര്യമില്ലെങ്കിൽ ഒന്നും കൂടി ആ കുട്ടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ കുട്ടി വാശി പിടിക്കുകയാണ്, വളരെ അഡമൻ്റ് ആണെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങളത് കഴിപ്പിച്ചു കൊടുക്കുക. അല്ലാതെ വേറൊരു കുട്ടിയെ അല്ലെങ്കിൽ വേറൊരു കുടുംബത്തിനെ ഇതിലോട്ട് വലിച്ചഴിച്ച് കല്യാണം കഴിപ്പിച്ച് 1-2 ആഴ്ചക്കുള്ളിൽ ഡിവോഴ്സ് ആവുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. വേറെ ഫാമിലിയെ ഒരു കാരണവശാലും ഇതിലേക്ക് വലിച്ചഴിക്കരുത്. അങ്ങനൊന്ന് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് ആ ടെൻഷനായിരിക്കും. പുറമെ മറ്റുള്ള വെറുതെ ഇരിക്കുന്ന ഒരു ഫാമിലിക്കും കൂടെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ടെൻഷൻ. സുഹൃത്തുക്കളെ, മാട്രിമോണിയലിൽ റിസർച്ച് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കല്യാണം നടക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ ആത്മാർത്ഥത, നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം കൃത്യമായിട്ട് വേണം. ഞാൻ ഒരു കമ്പനി നടത്തുന്ന ആളാണ്. ഞാൻ ഗവൺമെൻറ്റിൽ IAS ഉദ്യോഗസ്ഥനാണ്. എനിക്ക് സമയം കിട്ടില്ല. ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ മക്കളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കണം. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി കുട്ടികളുമായിട്ട് നന്നായിട്ട് സംസാരിക്കുക. കുട്ടികളുമായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വീട്ടിൽ സ്വസ്ഥമായിട്ടിരുന്ന് കുട്ടികളോട് ഇപ്പം ഏട്ടൻ, അനിയൻ, അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒരു ദിവസം ലീവ് എടുക്കാൻ പറയുക. ഒരു ദിവസം ലീവ് എടുത്തിട്ട് അമ്മയോട് പറയുക, വീട്ടിൽ അമ്മയുടെ സ്ഥാനം മാറാ അവരോട് പറയുക, അടുക്കളപ്പണിയെല്ലാം ഒന്ന് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിലൊന്ന് ഡിസ്കഷനിൽ പങ്കുചേരാൻ പറയുക. മക്കളുമായിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യുക കാര്യങ്ങൾ. ചിലപ്പോൾ
നിങ്ങളോട് അച്ഛനമ്മമാരോട് പറയാത്തത് സഹോദരങ്ങൾ തമ്മിൽ അറിയുന്നുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് സഹോദരങ്ങളും കൂടെ ആ ഡിസ്കഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ചില വീടുകളിൽ ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ട്, അല്ലെങ്കിൽ ചില വീടുകളിലെ അല്ലെങ്കിൽ കുട്ടികളുടെ പാരൻസ് എന്നോട് പറയുന്ന ഒരു വരികളുണ്ട്. അത് ഞാൻ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും, അതിന് ഒരു മാറ്റമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അതായത് ഞാൻ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് വീട്ടിൽ, അത് മറ്റുള്ളവർക്ക് അനുസരിച്ചോളണം എന്നുള്ളൊരു ഇൻഡയറക്റ്റ് വേയിലാണ് അവരത് പറയുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ കാര്യം, അതായത് ഒരു മൈൽ സ്റ്റോൺ ആണ് നമ്മളുടെ ഈ വിവാഹം എന്നൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്വസ്ഥമായിട്ടിരിക്കേണ്ടതാണ്. നമ്മളുടെ റിട്ടയർഡ് ലൈഫാണെങ്കിൽ റിട്ടയർഡ് ലൈഫ് എന്തോ ആവട്ടെ, ബിസിനസ് ആണെങ്കിൽ ബിസിനസ് എന്തോ ആവട്ടെ, അതിന് നമുക്ക് സ്വസ്ഥതയും സമാധാനവും വേണം. നിങ്ങൾ ഇപ്പോൾ കാര്യമായിട്ട് കുട്ടികളുമായിട്ട് സംസാരിച്ചൊരു തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ ഭാവിയിലേക്ക് അത് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. പണ്ടത്തെ കാലമല്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ നാട്ടിൽ, അതായത് ഞാൻ ഒറ്റപ്പാലത്തുകാരനാണ്. ഒറ്റപ്പാലത്തു നിന്ന് ഇവിടെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി ഐവർമഠം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കൂടുതലും ആളുകൾ പോവുക. അവിടെയാണ് ശ്മശാനം ഞങ്ങളുടെയൊക്കെ. അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐവർമഠത്തിലേക്ക് പോകുന്നവരെ ഒപ്പമുണ്ടാകും പണ്ട്. ഇപ്പം നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഇപ്പം നിസാര കാര്യങ്ങൾ പറയുമ്പോഴേക്കും ഇവിടെ അഡ്വക്കേറ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന കാഴ്ചയെ കാണുന്നത്. അതും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്, വളരെ സന്തോഷത്തോടു കൂടിയാണ് അഡ്വക്കേറ്റിൻ്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോലെ. വാടാ നമുക്കൊന്ന് പോയിട്ട് വരാം. എന്താ ഈ പോയിട്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോകുന്നു, ആ പേപ്പറിലൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നു. ഡിവേഴ്സ് വരെ ഒരു ആഘോഷമായി മാറുന്ന കാഴ്ച ഞാൻ പലപ്പോഴും കാണുന്നുണ്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പാരൻസിനാണ് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക. മക്കൾക്കൊന്നും ഇതൊന്നും ലവലേശം അങ്ങനത്തെ ഒരു വിഷമം കാര്യങ്ങളും ഞാൻ കാണുന്ന കാഴ്ച അല്ല ഇപ്പോൾ ഇവിടെ കാണുന്നത്. പാരൻസ് വളരെ ശ്രദ്ധിക്കുക, പാരൻസ് നന്നായിട്ട് സംസാരിക്കുക കുട്ടികളുമായിട്ട്. എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെൻറ്റ്? അവരിപ്പോൾ ബിടെക് ആയിട്ടുള്ളൊരു എഞ്ചിനീയർ കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഒരു മിനിമം ബിടെക് ലെവലിൽ അല്ലെങ്കിൽ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ക്വാളിഫിക്കേഷനുള്ള കുട്ടീനെ നോക്കണം. നിങ്ങളുടെ സാമ്പത്തികാവസ്ഥ, നിങ്ങളുടെ മിഡിൽ ക്ലാസ് ആണോ, എന്ത് അപ്പർ മിഡിൽ ക്ലാസ് ആണോ, മിഡിൽ ക്ലാസ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ റിച്ച് ആൻഡ് അഫ്ലുവൻ്റ്, വളരെ ഹയർ ലെവലിലുള്ള സാമ്പത്തികപരമായിട്ട് വളരെ ഉന്നതിയിലുള്ള ആളുകളാണെന്ന് വെച്ചാൽ അതെല്ലാം കൃത്യമായിട്ട് സംസാരിക്കണം. ഏതെങ്കിലും ഒരു വീട്ടിലെ കുട്ടിയെ വിളിച്ചഴിച്ച് ആ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് അത് നിങ്ങൾക്കും അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും ആവരുത് വിവാഹം. ക്ഷണിക്കുന്ന ആളുകളൊക്കെ വന്ന് കല്യാണമൊക്കെ കേമായി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സൂപ്പിച്ചൊക്കെ പോവും. പിന്നെ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ മാത്രം അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ 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 ശ്രദ്ധിച്ച് അടിസ്ഥാനപരമായിട്ട് 4-5 കാര്യങ്ങൾ മസ്റ്റായിട്ട് നമ്മൾ സംസാരിച്ചിരിക്കണം. കുട്ടികൾ തമ്മിൽ എന്താണ് സംസാരിച്ചിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മസ്റ്റായിട്ട് 2 കുട്ടികൾ തമ്മിൽ, ഇപ്പോൾ 2 കുട്ടികൾ ഓക്കെ ആയി, അതായത് വീട് നാട് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്വാളിഫിക്കേഷൻ കുട്ടികൾക്ക് തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജാതകപരമായിട്ടും എല്ലാം ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 15 ദിവസം തൊട്ട് മേൽപോട്ട് മിനിമം അവർ വാട്സപ്പ് ചാറ്റും കാര്യങ്ങളിലൊക്കെ അവർ ഇൻവോൾവ് ആവണം. 2 പേരും കൂടെ വാട്സപ്പ് ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. നല്ല ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ 5 കാര്യങ്ങൾ അവർ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഒന്ന്, കുടുംബപരമായിട്ടുള്ളത്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എവിടെയാണോ പഠിച്ചിരിക്കുന്നത്, എന്താണ് ഏതാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. മൂന്നാമത്തെ കാര്യം, വല്ല മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. ചിലർ ലോങ് ടേം മെഡിസിൻ എടുക്കുന്നുണ്ടാവും, ചിലർ ഷോർട്ട് ടേം മെഡിസിൻ എടുക്കുന്നുണ്ടാവും. കല്യാണം കഴിഞ്ഞിട്ട് അറിയുന്നതിനേക്കാൾ നല്ലത് അതിൽ മുന്നേ അറിയുന്നതാണ് നല്ലത്. നാലാമത്തെ കാര്യം, നമ്മൾ അമിതമായിട്ടുള്ളൊരു ലോണ്, അതായത് ഒരു 10 ലക്ഷം ലോൺ എടുക്കേണ്ടടുത്ത് 25 ലക്ഷം ലോൺ ഉണ്ടെങ്കിൽ അതൊന്ന് അന്വേഷിച്ച് വെക്കണം. നാളെ എന്തെങ്കിലും തരത്തിലൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കായിരിക്കും. കാരണം അടയ്ക്ക എന്ന് പറയുന്ന ആളുകളുടെ ചിലപ്പോൾ അഭാവം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം.
കൃത്യമായിട്ട് ചോദിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ഓഫ് നൗ അല്ലെങ്കിൽ ഇപ്പോൾ ലൈവായിട്ട് വല്ല ലവ് അഫെയർ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണം. ചിലപ്പോൾ അച്ഛൻ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും പെണ്ണ് കാണൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. കുട്ടികൾക്ക് പറയാനുള്ളൊരു ഫ്രീഡം ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു മക്കളുമായിട്ട് നന്നായിട്ട് ഡിസ്കസ് ചെയ്യണം എന്നുള്ളത്. അത് ചെയ്യാതെ വരുമ്പോഴാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. കുട്ടികൾക്ക് ആൾറെഡി വല്ല അഫെയർ ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക, ഇല്ലെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക വല്ല അഫെയറും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും കല്യാണത്തിനും ഒക്കെ നമുക്ക് വലിയൊരു ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ നടക്കും. തിരക്ക് പിടിച്ച് വരുന്നവരെ ഒരു കാരണവശാലും അംഗീകരിക്കരുത്. ചിലർ പറയുന്നത് കേൾക്കാം, ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇതപ്പോൾ വന്നേ ഉള്ളൂ, നാളെ തന്നെ ഞങ്ങൾക്ക് പോകണം, പെണ്ണ് കാണാൻ ചടങ്ങ് തീരുമാനം എടുക്കണം, ഒരു ദിവസം കൊണ്ടൊക്കെ തീരുമാനം എടുക്കാനൊക്കെ പറയും. അങ്ങനെ തിരക്ക് പിടിച്ച് വരുന്നവരെ ഒരു കാരണവശാലും അത് എൻ്റർടൈൻ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. ഞാൻ ഇവിടുത്തെ എൻ്റെ മിതമായിട്ടുള്ള ഈ എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ പരിചയം വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഈ പറയുന്ന എല്ലാ കാര്യത്തിൻ്റെയും പിന്നിൽ ഓരോരോ കഥകളുണ്ടായിട്ടുണ്ട്, എത്രയോ കഥകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ആർക്കും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നതിൻ്റെ ഒരു കാര്യം. ഏതെങ്കിലും മാട്രിമോണിയൽ സൈറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ജനറൽ ട്രെൻഡ്, ഇതിപ്പോൾ ഞാൻ എൻ്റെ മാട്രിമോണിയലത്തെ കാര്യം മാത്രമായിട്ട് കണക്കാക്കണ്ട, ഇത് കേരളത്തിലെ പൊതുവേ ഉള്ളൊരു ട്രെൻഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധജാതകം, നല്ലൊരു ശതമാനം ശുദ്ധജാതകമാണ്. എൻ്റെയൊക്കെ ഒരു കണക്ക് വെച്ചിട്ട് പറയുകയാണെങ്കിൽ 70% കൂടുതലൊക്കെ ശുദ്ധജാതക. പക്ഷെ അത് ഇവിടുത്തെ ജ്യോത്സ്യന്മാർ എന്നെ സമ്മതിക്കില്ല, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. പക്ഷേ നല്ലൊരു ശതമാനം ആൺകുട്ടികളും ശുദ്ധജാതകമാണ്, നല്ലൊരു ശതമാനം പെൺകുട്ടികളും ദോഷജാതകമാണ്. അവിടെ തന്നെ ഈ കല്യാണം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ടുള്ള പരിപാടികൾ അവിടെ തന്നെ വെച്ച് കഴിയണം. അപ്പോൾ ബാലൻസ് വരുന്നത് ഒരു 20 തൊട്ട് 40% മാത്രമേ നമുക്ക് ജാതകം കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഈ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്, നാട്, ജോലി, ലൊക്കേഷൻ, അതായത് ജോബ് ലൊക്കേഷൻ, ക്വാളിഫിക്കേഷൻ, അച്ഛൻ്റെ ജോലി, അമ്മയുടെ ജോലി, ഈ വക കാര്യങ്ങളൊക്കെ മാച്ചായി വരുമ്പോഴേക്കും 5% പോലും കല്യാണം നടക്കുന്നില്ല അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അപ്പോൾ ആദ്യം നമ്മൾ വിവാഹം നടത്താനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള വേർഡുകളോ വാക്കുകളോ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കാതിരിക്കുക. കഴിയുന്നതും ഫോണിൽ കൂടെ സംസാരിച്ച് സമയം കളയാതെ വാട്സപ്പ് ചെയ്യുക. ഇനീഷ്യൽ കാര്യങ്ങളെല്ലാം വാട്സപ്പിൽ കൂടെ മെസ്സേജ് കൊടുക്കുക. മെസ്സേജ് കൊടുത്ത് ഫോട്ടോ കാര്യങ്ങൾ, ഹോറോസ്കോപ്പ് കാര്യങ്ങളൊക്കെ അവർക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്തുനിന്നും ഹോറോസ്കോപ്പും കാര്യങ്ങളും വാങ്ങിച്ച് നിങ്ങൾക്ക് നോക്കാം. അങ്ങനെ അതൊരു നല്ല ഡയറക്ഷനിലേക്ക് പോവുക തന്നെ വേണം. ഇതിൽ പലരും എന്നോടൊരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോറോസ്കോപ്പ് അയച്ചു കഴിഞ്ഞാൽ അവർക്കത് മനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മളുടെ കുട്ടിയുടെ ഡീറ്റെയിലുമായിട്ട് മാച്ച് ചെയ്യിപ്പിച്ചൂടെ? സംഭവിക്കാം, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, സംഭവിക്കാം. കഴിയാവുന്നത്ര, അതായത് 99% ആളുകളും നല്ല ചിന്താഗതിക്കാരാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. 1% എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ നമ്മളുടെ യോഗം അല്ലെങ്കിൽ നമ്മളുടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും. നമ്മൾ കഴിയാവുന്നത്ര ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ ഇങ്ങോട്ട് പറയുന്ന ആൾക്കാരും വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾ നടത്താനായിട്ട് അവർ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും ചെയ്യും. അവർ നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തണം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഈ കമ്മ്യൂണിക്കേഷൻ്റെ അഭാവത്തിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ എൻഗേജ്മെൻറ്റ് നടന്നു. ആ കുട്ടിയുടെ വീട് വന്നിട്ട് ചെർപ്പശ്ശേരിക്കടുത്താണ് വീട്. ആൺകുട്ടിയുടെ വീട് വന്നിട്ട് പാലക്കാട് ഭാഗത്താണ്. അവരിവിടെ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഹാളൊന്ന് കാണണം, ഞങ്ങൾക്ക് കല്യാണ മണ്ഡപമൊക്കെ ഒന്ന് കാണണം, ഒന്ന് കല്യാണ മണ്ഡപം കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ ഇവർ പറഞ്ഞു, പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു, ഓ വരൂ പ്ലീസ്, അതിനെന്താ അത്ര ബുദ്ധിമുട്ട്, വരൂ എന്ന് പറഞ്ഞു. അവരിവിടെ വന്ന് കല്യാണ മണ്ഡപവും കാര്യങ്ങളൊക്കെ കണ്ടു വളരെ സന്തോഷത്തോടെ തിരിച്ചു പോകുന്ന സമയത്ത്
അദ്ദേഹം കാറിൽ കയറുമ്പോൾ ആൺകുട്ടിയുടെ അച്ഛൻ ഒരു ഫോട്ടോ എടുത്തിട്ട് കാട്ടിക്കൊടുത്തു. ഒരു ഫോട്ടോ എടുത്ത് കാട്ടിക്കൊടുത്തിട്ട് ആ ഫോട്ടോ ഒരു കല്യാണ ഫോട്ടോ ആയിരുന്നു. കല്യാണ ഫോട്ടോ കാട്ടിക്കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പെൺകുട്ടിയുടെ അച്ഛനോട്, ഇതെൻ്റെ അനിയൻ്റെ മകൻ്റെ വിവാഹം നടന്ന ഫോട്ടോ ആണ് 4 മാസം മുന്നത്തെ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വളരെ സന്തോഷം, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ അങ്ങ് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് ഇവരെല്ലാം പോയി കഴിഞ്ഞ് ഇദ്ദേഹം വീട്ടിലെത്തിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു, ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്നെ കാട്ടിയിപ്പത്, ഇതെന്തായിരുന്നു എന്നെ കാട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹം വേഗം എന്നെ ഫോൺ ചെയ്തു, സർ ഇങ്ങനൊരു ഇൻസിഡൻ്റ് ഉണ്ടായി, എന്താണ് നമ്മളതിന്ന് മനസ്സിലാക്കേണ്ടത്, എനിക്കാകെ ഒരു ചെറിയൊരു ടെൻഷനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇങ്ങോട്ട് വരൂ, ഫോണിൽ കൂടെ അല്ല നമുക്ക് ഓഫീസിൽ നിന്ന് സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഒറ്റപ്പാലത്തെ ഓഫീസിൽ അദ്ദേഹം വരികയും അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, എന്താണ് ഫോട്ടോയിൽ കണ്ട ഒരു ഇത്രമാത്രം ഒരു പ്രശ്നം എന്താണ് കണ്ടത് ചോദിച്ചു. ഒന്നുമില്ല സാർ, ഒരു കല്യാണ ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കല്യാണ ഫോട്ടോ ആകുമ്പോൾ 1-2 കാര്യങ്ങൾ, ഒന്ന് ചെക്കൻ പെണ്ണൊക്കെ കാണാനൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കും, പിന്നെ സ്വർണം, പിന്നെ ഡ്രസ്സ്, ഈ 2-3 കാര്യങ്ങളാണല്ലോ കല്യാണ ഫോട്ടോയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം. അപ്പോൾ അതെങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, സ്വർണം ആവശ്യത്തിൽ കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയം തോന്നി പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് തന്നെ ആയിരിക്കണം. അതായത് നമ്മളുടെ നാട്ടിൽ പറയുന്ന പറയാതെ പറയുക എന്ന് പറയുന്നൊരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. ഈ ആൺകുട്ടിയുടെ അച്ഛന് നിങ്ങളോട് പറയണമെന്നുണ്ട്, ഇത്ര പവൻ ആഭരണം വേണം എന്ന് പറയണമെന്നുണ്ട്, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇതങ്ങ് മനസ്സ് അനുവദിക്കുന്നില്ല, അതെങ്ങനെ നിങ്ങളോട് പറയുക എന്നുള്ളത്. അതിന് പകരമായിട്ട് അവർ കാട്ടിത്തന്നതാണ് ഈ ഫോട്ടോ. അപ്പോഴേക്കും ഇയാളാകെ ഒരു വല്ലാത്ത അവസ്ഥയിലായി. ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞു, അത് ശരിയാവില്ല, അപ്പോൾ വേഗം എൻ്റെ ഓഫീസിൽ ഇരുന്നിട്ട് തന്നെ ആ ആൺകുട്ടിയുടെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, ഈ കല്യാണം നടത്താൻ പറ്റില്ല, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ എനിക്ക് നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. കല്യാണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് വേണ്ടാതായി. ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ സാങ്കല്പിക സ്ഥലങ്ങളാണെങ്കിലും ഇത് കൃത്യമായിട്ട് നടന്നിട്ടുള്ള സ്ഥലമാണ്, കാര്യമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഈ വക കാര്യങ്ങൾ. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരു കാരണവശാലും സംഭവിക്കരുത്. നന്നായിട്ട് സംസാരിക്കണം, കൃത്യമായിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, കല്യാണ മണ്ഡപം, ഹാള്, എത്ര ആൾ വരും, സദ്യ, എല്ലാ കാര്യങ്ങളും, സ്വർണം, ഡ്രസ്സ്, ഈ കാര്യം ഇല്ലെങ്കിൽ അതൊക്കെ പിന്നേക്ക് അതിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇവരെപ്പോഴും പറയുന്നൊരു വരി ഉണ്ടാവും. കല്യാണ സമയത്ത് തന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചത് നിങ്ങൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ഇത് ആയുഷ്കാലം മൊത്തം ജോലി ചെയ്ത് ഉണ്ടാക്കിയ ഒരു പൈസ വെച്ച് ഈ കല്യാണം വളരെ ഭംഗിയായിട്ട് നടത്തണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അതൊരിക്കലും ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഡിത്ത സംശയങ്ങളോ അല്ലെങ്കിൽ സബ്ജക്റ്റുകളിലേക്കോ പോവരുത്. നമ്മൾ നന്നായിട്ട് സംസാരിക്കണം. അച്ഛനോ അമ്മയ്ക്കോ സംസാരിക്കാൻ എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ അതിന് പ്രാപ്തരായിട്ട് വീട്ടിൽ ആരാണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് സംസാരിക്കണം, കൃത്യമായിട്ട് തന്നെ സംസാരിക്കണം. ജാതകം കാര്യങ്ങൾ ഒരു പരിധി വിട്ടിട്ട് എല്ലാറ്റിനും ഒരു ലക്ഷ്മൺ രേഖ വരയ്ക്കണം, അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കരുത്. ജ്യോതിഷ പണ്ഡിതരാവരുത്. കൃത്യമായിട്ട് കല്യാണം കഴിയുന്ന ഏതെങ്കിലും വീടുകളിൽ അച്ഛനോ അമ്മയോ സ്വന്തം റിലേറ്റീവ്സോ ജ്യോതിഷം പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരോട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ആ വീട്ടിലെ കുട്ടികളുടെ കാര്യം നിങ്ങൾ നോക്കരുത്. അത് വേറെ ജ്യോതിഷന്മാർക്ക്, നിങ്ങളുടെ ഗുരുനാഥന്മാർക്ക് വിട്ടുകൊടുത്തോളൂ. നിങ്ങളായിട്ടൊന്നും പറയാൻ പോകരുത്. ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ വീട്ടിലും ചില കുടുംബത്തിൽ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരവിടെ സർജറി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെന്നോട് പറയുന്നത് കേൾക്കാം, അതായത് ആ സർജറി ഞാൻ ചെയ്യില്ല, ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിനെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഞാൻ ഏൽപ്പിക്കുക ചെയ്യുക. കാരണം സ്വന്തം വീട്ടുകാരുടെ സർജറി മൂപ്പര് ചെയ്യില്ല, അല്ലെങ്കിൽ സ്വന്തം വീട്ട് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അങ്ങനെയൊക്കെയുള്ള ക്ലോസ് റിലേഷൻ മക്കളുടെ ഒന്നും ഇവർ ചെയ്യില്ല. അതുപോലുള്ളൊരു അപ്രോച്ചായിരിക്കണം ജ്യോതിഷം വീട്ടിൽ പഠിച്ചിട്ടുള്ള ആളുകൾ. ഒരു കാരണവശാലും കല്യാണം നടത്താനായിട്ടോ മക്കളുടെയോ കുടുംബത്തിലുള്ള ആരുടെയും നിങ്ങൾ ജാതകം നോക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഗുരുനാഥന് കൊടുക്കൂ, നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഏൽപ്പിക്കൂ, മറ്റുള്ള പണിക്കന്മാരെ ഏൽപ്പിക്കൂ. ഒരു കാരണവശാലും നിങ്ങൾ നോക്കരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ജാതകം നോക്കി 36, 38, 40 വയസ്സ് വരെ ഇത് പിടിച്ചിരിക്കും.
അവസാനം ഈ കുട്ടിയുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ അച്ഛനോ അമ്മയൊക്കെ മരണപ്പെട്ടു പോകാൻ കൂടി ചാൻസ് ഉണ്ട് ആ സമയം കൊണ്ട്. അപ്പോൾ ആ കുട്ടി ഏറ്റെടുക്കും. ആ കുട്ടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവൻ പറയും, അവന് ചിലപ്പോൾ വേണ്ടാന്ന് തന്നെ വെക്കും കല്യാണം. ചിലപ്പോൾ അവൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറയും വന്നിട്ട് ജാതകയെ നോക്കണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം ഒരു മനസ്സിലാക്കിയിട്ട്, കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരും കല്യാണത്തിൻ്റെ ആദ്യ പടികൾ ചവിട്ടണം എന്നാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ കാലം വളരെ 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 മോശം സ്ഥിതികളിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ഇപ്പം എൻ്റെയൊക്കെ വിവാഹ സമയം എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഇത്രമാത്രം ജാതകത്തിലുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തോട്ടൊന്നും ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്നത് ഇപ്പോൾ എന്താണ് സംഭവിച്ചു പോകുന്നതെന്ന് എനിക്കറിയില്ല. കല്യാണം നടക്കണം, നിങ്ങൾ ഏത് മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്തോളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവരോടും ഒരിക്കൽ കൂടെ ഞാൻ അപേക്ഷിക്കുകയാണ്, വിവാഹം നടക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഭംഗിയായിട്ട് ചെയ്യുക. ഒരു കാര്യത്തിലും ഒരു നെഗറ്റീവ് അപ്രോച്ച് ഉണ്ടാവരുത്. അപ്പോൾ ഇത്രയും പറഞ്ഞ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.